അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം വീട്ടിലേക്ക് ഇതാ തിരിച്ചെത്തുകയാണ് സുഹൃത്തുക്കളെ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ഒക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വരികയാണ്. ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ. എനിക്ക് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തില്ലേന്, എങ്ങനെയോ ടി.ടിൻ്റെ കൈയും കാലും പിടിച്ചിട്ട് AC കോച്ചിൽ 400 രൂപ കൊടുത്ത് കിട്ടിയൊരു സീറ്റ്. അങ്ങനെ ഓട്ടോ കയറി നമ്മൾ KSRTC സ്റ്റാൻഡിൻ്റെ താഴത്താണ് നമ്മളെ കാറ് വെച്ചിട്ടുള്ളത്. സമയമൊന്നും നോക്കിയില്ല, സാഗർ പോയി നല്ല ഒരു ചിക്കൻ ബിരിയാണി കഴിച്ച്. 1 മണിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കുവാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, സാഗറിലെ ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ രാത്രി. വിശന്ന് പൊരിഞ്ഞേനും ഞാൻ അവിടെ എത്തിയത്, കാരണം ട്രെയിനിൽ കയറുമ്പോൾ ഫുഡൊന്നും കഴിച്ചില്ലേനും. നല്ല വിശപ്പുള്ളതുകൊണ്ട് സാഗറിൽ ആ ബിരിയാണി നല്ലോണം കഴിച്ച് ലേശം പീസ് പല്ലിൻ്റെ ഇടുക്കി കുടിക്കുന്നത് അങ്ങനെ തപ്പിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാറ് കയറി, വലിയൊരു പൈസ ഇപ്പോൾ ഇവിടെ കൊടുക്കണം. 3 ദിവസമായി കാറ് ഇവിടെ നിർത്തിയിട്ടിട്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ്. നേരം വെളുത്ത് എണീച്ച് ചായ ഒന്നും കുടിച്ചില്ല. അനിയൻ നല്ല ഇഡ്ഡലിയും എന്തോ എനിക്ക് ഉണ്ടാക്കി, കറിയല്ല. ഓക്കെ, അപ്പോൾ എന്നിട്ട് മിന്നുവിൻ്റെ അടുത്തേക്ക് പോകണം. വേറെ എന്തെല്ലോ പണികളുണ്ട്, ഒന്നും തീരുമാനിച്ചില്ല. പിന്നെ എന്തെല്ലാം എല്ലാവരും എണീച്ച് സെറ്റല്ലേ. എന്നാൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കാണാം നമുക്ക്. ഇത്രയും ദിവസം കറങ്ങി വരുന്നതല്ലേ, അപ്പോൾ വാവക്ക് എന്തെങ്കിലും ഒരു ടോയ്സോ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കില്ലേ, ഒരു വിഷമല്ലേ. അപ്പോൾ ഓനിക്കൊരു ടോയ്സ് വാങ്ങിയതാണ്, ഒരു ഫ്ലൈറ്റ്, ചെറിയൊരു സാധനം. ഓനിങ്ങനെ നോക്കി നിൽക്കും. ഇപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അങ്ങനെ വാങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കടേൻ്റെ പേര് പറഞ്ഞാൽ 2 ബാറ്ററി ഫ്രീ ആയിട്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കടേൻ്റെ പിന്നെ ഇതാ നല്ല അടിപൊളി ഒരു പിന്നെ വിമാനല്ലേ. ഇത് മറ്റേ ജെറ്റ് വിമാനാണോ? ഇതെന്ത് വിമാനാ? ഒരാഴ്ച കിട്ടുമോ കുട്ടികളെ കൈ കിട്ടിയാലല്ലേ? ഇതിങ്ങനത്തെ ഒരു മോഡലാണ്. അപ്പോൾ 3 ബാറ്ററി ആയിരുന്നു കേട്ടോ. കടേൻ്റെ പേര് ബേബി ലാൻഡ് എന്നാണ്. നമ്മളിവിടെ നടക്ക് സാധനം എടുക്കുന്നതാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാകുകയല്ല, ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ പെട്ടെന്നുള്ള നമ്മൾ യൂട്യൂബിൽ വരുന്നതിൻ്റെ ഒക്കെ മുമ്പല്ലേനോ ഇവിടെ എന്തോ അതിന് വന്നതിന് ശേഷമാണ് അല്ലേ? ആ അതെ. പിന്നെ ബേബീൻ്റെ കട ഇവിടെ കുറവല്ലേ, 2 എണ്ണാറ്റല്ലോ ആയിരിക്കും കുറവല്ലേ? അതെ. അപ്പോൾ ഇത് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പുറത്തൊരു ബോർഡൊക്കെ വെച്ചാൽ സെറ്റാവും അല്ലേ? അതെ. ഇപ്പോൾ പെട്ടെന്ന് ഷോപ്പ് ഇങ്ങനെ കണ്ടിങ്ങനെ കാരണം. പിന്നെ ഇത് ഗ്രാൻഡ് വേ എന്നൊക്കെ പറഞ്ഞ ആ ഒരു അതിൻ്റെയൊക്കെ ഇപ്പുറത്തായിട്ട് ഇത് വരുന്നത് ബേബി ലാൻഡ്. ഓക്കെ. കുമാരസ്വാമി റോഡിൽ. അതെ. വേറെന്താ പറയണ്ടേ? 2 ബാറ്ററിയും കൂടി എന്തരാണെങ്കിൽ ഇതാണ് കേട്ടോ ബേബി ലാൻഡ്. ഇൻഷാല്ലാ അടിപൊളി കച്ചവടം ആട്ടെ അല്ലേ? അതെ. എന്നാൽ പിന്നെ നമ്മൾ ബേബിക്കുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഗിഫ്റ്റല്ല, നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ പിന്നെ അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ 3-4 ദിവസമല്ല കണ്ടിട്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും നമുക്കൊന്നും വാങ്ങാനുള്ളൊരു ടൈം കിട്ടിയില്ല. പിന്നെ അവിടെ ഇങ്ങനെ അലയാനാകാത്തതുകൊണ്ട് നാട്ടിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഡിസ്കൗണ്ടൊക്കെ തന്നിക്ക്. ഇപ്പോൾ ഞാൻ ബാറ്ററീൻ്റെ എന്നൊക്കെ തമാശ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു അല്ല അങ്ങനെയൊക്കെ പറയാമോ, നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ അല്ലേ, സീരിയസ് ആയിട്ട് ഇതിലൊന്നും പറയലില്ലല്ലോ, ഫുൾ കോമഡി മാത്രമല്ലേ. അപ്പോൾ ആ സ്പിരിറ്റിലെടുക്കും, അതൊന്നും പ്രശ്നമില്ല. എല്ലാവരും സാധാ നമ്മളെ ജമീൽച്ചയും കദീശയും തെക്കീൻച്ചയും അല്ല, അവർക്ക് ആ മൈൻഡിലേ എടുക്കും. എന്തെന്തോ ഒരു ഡൗൺ ആയിട്ട് ഓക്കെ അല്ലേ? ചായ പിടിച്ചിക്കില്ലേ? ആ എന്നാ ആയിക്കോട്ടെ, എനിക്ക് കാണാം. ഇവിടെ ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങാം അല്ലേ, ഓരോന്ന് നിങ്ങൾ വെറൈറ്റി ഒക്കെ കൊണ്ടുവെക്ക്. ഓക്കെ. ഞാൻ ഒരു ഓഫീസ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. നമ്മളെ കല്യാണത്തിൻ്റെ കാര്യങ്ങളായാലും നമ്മൾ കാണാൻ വരുന്നവരൊക്കെ റോഡുമെന്നൊക്കെ കാണേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഓരോന്നിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ വാടകയും അഡ്വാൻസും കേൾക്കുമ്പോൾ ഞാൻ തിരിച്ചിങ്ങ് പോരും. നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടോ ഒരു 3000 രൂപ വാടകയ്ക്കും ഒരു 10,000 അല്ലെ 15,000 അഡ്വാൻസിനൊക്കെ ഒരു റൂം ചവിട്ട് കിട്ടില്ല? അതൊക്കെ പറഞ്ഞാൽ അത്രയും കുറച്ചൊന്നും ഇടയും കിട്ടില്ല. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. എനിക്കൊരു റൂം എന്തായാലും അർജൻറ്റാണ്, നോക്കുക. അപ്പോൾ ഇപ്പം പോന്നേ ഉള്ളൂ കേട്ടോ. സമയം 5:30 മണിയായി. നേരത്തെ അങ്ങ് പോകണം എന്ന് വിചാരിച്ചു, പക്ഷെ ഇങ്ങനെ നേരം പോക്കുക. ഇപ്പോൾ ഒരേ അങ്ങ് ഇറങ്ങാനൊരു പണിയാണ്. വല്ലാത്തൊരു വിഷമത്തിലാണ് ഞാനുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ട് മതിലൊക്കെ കെട്ടി മുമ്പിൽ ഗേറ്റൊക്കെ വെച്ച്, നിങ്ങൾ കണ്ടല്ലേ നായ്ക്കൾ കാരാണ്ടിക്കാൻ വേണ്ടി. ഈ നായ്ക്കളുണ്ടല്ലോ, ഈ ഏരിയയിലുള്ള നായ്ക്കളൊക്കെ ഹൈ ജമ്പ് പഠിച്ച നായ്ക്കളാണ്. ചാടി അപ്പുറം കടന്നിട്ട് നമ്മളെ പടാപ്പുറത്തിൻ്റെ മുകളെല്ലാം കിടക്കുന്ന പോലെ അനിയൻ പറഞ്ഞു തരാം, എൻ്റെ നെഞ്ചങ്ങ് കത്തിപ്പോയിക്കുക. എന്തെന്നാ ഇപ്പം നമ്മൾ ചെയ്യുക? മൊത്തമായിട്ട് ഇപ്പോൾ ഗ്രില്ലിടാണ്ട് ഒരു വഴിയും ഇല്ല.
ആന്നെ 5 പൈസയില്ല, നമ്മളെ ബഡ്ജറ്റൊക്കെ തീർന്ന്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാത്ത. ശരിക്കും വരച്ചാൽ വയറിങ്ങിൻ്റെ പണിയൊക്കെ ഇനിയും ഉണ്ട്. എന്തെന്നാ ചെയ്യുക, ഞാനറിയല്ലേ. നിങ്ങൾ താരത്തെ സഹായിക്കാനുണ്ട്. ഒരു 30 ഉറുപ്പ്യാറ്റം കടം തരും വേണ്ട പറയും, കമൻറ്റ് ചെയ്യും. ഞാൻ പുരയിൽ വന്ന് വാങ്ങിക്കോളാം. വീട് വരുവാൻ ആധാരമൊന്നും ഇല്ല, അല്ലാത്ത അവസ്ഥ തന്നെ. ഇടിവെട്ടിയാനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ലേശം കൂടി കാറ്റിയിട്ട് അയ്യോ അത് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊരു ബോറും ആയിരിക്കും. ഇനി നെറ്റ് ഇടാന്ന് വിചാരിച്ചതാണ് ശരിക്കും. പക്ഷേ ഇങ്ങനൊക്കെ ബഡ്ജറ്റ് കാര്യപ്പോൾ നമ്മളറിയോ ഇത്ര പൈസ ആവുന്നൊന്നും പടച്ചോനാ സത്യം, ഞാനറിയല്ല. അതിന് ആലോചിക്കുമ്പോൾ എന്ത് പെരാന്ത് പിടിക്കുന്നത്. എന്തായാലും ഒന്ന് മിന്നുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഓളയും കുഞ്ഞിനെ ഒന്ന് കണ്ടുവരാം. നമ്മൾ വാവക്കാനുള്ള ഗിഫ്റ്റും അതുമൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അനാദി സാധനങ്ങൾ കൂടെ ആ വീട്ടിലേക്ക് വാങ്ങുക. ഉപ്പ അസുഖമായിട്ട് കിടക്കുകയല്ലേ, അപ്പം നമ്മളൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ. ഞാൻ വെറും കൈയോടെ അങ്ങ് പോയിട്ട് ആടെയുള്ള എന്തെങ്കിലും കിട്ടുന്നോ തിന്ന് ഇങ്ങ് പോരുന്നവർ മോശമല്ലേ. എന്തേ അതും വാങ്ങണം. എന്നിട്ട് വരുവന്ന കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട് ഒന്ന് സമാധാനിപ്പിക്കും. നിങ്ങൾ നായി കാടിയ സങ്കടമെല്ലാം പറഞ്ഞല്ലോ, ഒന്നുമില്ലെങ്കിൽ അത് സാരയില്ല. ഞാൻ എവിടെയുള്ള നായ്ക്കളോ അങ്ങനെ തന്നെയാ. നായ്ക്കൾ വല്ലാത്ത കുരുപ്പുകളാന്നൊക്കെ ഒന്ന് പറയും നിങ്ങൾ. ഇതൊന്നും അയിലല്ല, അയില അത്യാവശ്യം എൻ്റെ വശം സാധനമൊക്കെ വാങ്ങിക്കും. ഞാൻ ഉച്ചയ്ക്ക് ചോറ് തന്നില്ല. എൻ്റെ കാര്യം ശരിക്കും അബദ്ധ. ഞാൻ എപ്പോഴെങ്കിലും എല്ലാം ഭക്ഷണം കഴിച്ചിട്ട് അതാ എൻ്റെ തടിയൊക്കെ ഇങ്ങനെ ഒരു കറക്റ്റ് ഇല്ലാത്തതായി. മിന്നും ഇല്ലാത്തതുകൊണ്ട് അനിയൻ്റെ എൻ്റെ എല്ലാം കാര്യം അവസ്ഥയാണ്. ഹോട്ടൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുരേന്ന് ഉണ്ടാക്കുവാനാണ്. നമുക്ക് ഓരോ കാര്യമായിട്ട് നേരെ ഉണ്ടാകുകയില്ല. ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും തിന്നുക എന്നുള്ളതിൽ ഇതിപ്പോൾ നരിക്കുനെയുള്ള ആടവൾ ഉമ്മയൊന്നും ഇല്ല. ഉമ്മ അനിയനെയും കൊണ്ടേ തൃശ്ശൂർ പോയിക്കും. അവന് പഞ്ചഗുസ്തി മത്സരം ഉണ്ടായിട്ട് ഓല് എന്തോ അടച്ച് ഫുഡൊക്കെ എനിക്ക് കണക്കാക്കിക്കോന്ന് അറിയില്ല. രാത്രിയൊക്കെ അപ്പം ഉണ്ടാവും. ഇപ്പം എന്തോ ഒന്ന് തിന്നിട്ട് അങ്ങോട്ടേക്ക് പോവാം അല്ലേ. അപ്പം ഗൈസ്, നീണ്ട ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഇങ്ങോട്ട് നോക്കേ. അതിനാ ഓനെ മഞ്ഞ കളർ കണ്ടിട്ട് പയമ്പുങ്ങിയ കണ്ടിട്ട് അയിമലേക്കാമോ കേട്ടോ. ഏതാ എൻ്റെ 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 ആരാ എൻ്റെ ആരാ എൻ്റെ ജിക്കി പനി ജിക്കി ചിക്കരാ. അവൻ അധികം ഫോൺ അങ്ങനെ നമ്മൾ കാണിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ 2-3 ടൈപ്പ് ഗസ്റ്റുകളൊക്കെ വന്ന് അല്ലേ. എല്ലാവരും ഗസ്റ്റുകളൊക്കെ വന്ന് പോയി. ഇപ്പോൾ ഗസ്റ്റ് വന്ന് പോയതിൻ്റെ ബാക്കി ലേശം കടിയുണ്ടായിരുന്നു. അപ്പോൾ അത് എനക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഉപ്പാക്കി ഇത് കൊടുത്തില്ല. കക്കിരി പഴം പുഴുങ്ങിയതേ ഉള്ളൂ അല്ലയോ, വേറെ ഇല്ലേ? പക്ഷെ അങ്ങോട്ടേക്ക് അവന് നോക്കുന്നുണ്ട്. അത് എൻ്റെ സ്ക്രീനാണ്. ഇതെന്നാ ചപ്പാത്തിയോ? അത് കറി ബാക്കിയുള്ളായിരുന്നു, പൊതിഞ്ഞു വാങ്ങിയത്. ലേശം ചോറും കറിയും തിന്നിയായിരുന്നു. അത് ചിക്കൻ കറിയാ. വേസ്റ്റ് ആക്കണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പൊതിഞ്ഞ് തന്നേക്ക് തന്നെയാ. നിങ്ങൾ അങ്ങനെ ചെയ്യലുണ്ടോ? ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ കറി ലേശം ബാക്കിയുണ്ടെങ്കിൽ അത് പൊതിഞ്ഞു വാങ്ങലുണ്ടോ? ആമാ ഞാൻ ചെയ്യും. കാരണം ഇല്ലാത്ത പൈസയാ. ഇത് എന്നാ ചായ കുടിക്കട്ടെ. എന്നിട്ട് ബാവക്ക് നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ. പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. റമീസ് പിന്നെ തൃശ്ശൂർ പോയിനും പഞ്ചഗുസ്തിക്ക്. എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ നാട്ടിലില്ലേനും തിരുവനന്തപുരത്തേനല്ല വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ ഉമ്മയാണ് പോയ തൃശ്ശൂർ. ഓന് ഫസ്റ്റ് കിട്ടി പഞ്ചഗുസ്തിയിൽ അല്ലേ. പഞ്ചഗുസ്തിയിൽ ഫസ്റ്റ് കിട്ടി. ആവേ മാമന് കിട്ടിയിട്ടോ. ഓന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത ഞങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ. ഓനെന്നാ ഗിഫ്റ്റ്? പെങ്ങളൊക്കെ എന്തെന്നാ ഗിഫ്റ്റ്? അളിയാൻ എന്തേലും തരണം എന്നാ? അത് പറ്റും. എന്തായാലും വരുമ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഈ പഴംപൊങ്ങിൻ്റെ മുകളിലൊരു മേത്തിരി കത്തിച്ച് വെച്ചാലോ? വെറൈറ്റി അല്ലേ. എനിക്കിപ്പോൾ എന്തേ മാങ്ങാൻ ഇവിടുന്ന് അനങ്ങുവാനാവുകയല്ല. കാരണം കുട്ടി വണ്ടി എടുത്ത് പോയിക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യൂ?
രക്ഷയില്ല. ഉക്കുരി എന്നാ നോക്കുന്നേ എന്നിങ്ങനെ കാഴ്ച കാണുകയാണ്. അവൾക്ക് അങ്ങ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ്. എന്നാ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ റമീസ് തൃശ്ശൂർ പോയിട്ട് പഞ്ചഗുസ്തി മത്സരത്തിലൊക്കെ ഫസ്റ്റ് നേടി വന്നതല്ലേ. അപ്പോൾ എനിക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. നിങ്ങൾ ഈർക്കിൽ എത്തുന്ന കണ്ടിട്ട് ഒരു ചൂലുണ്ടാക്കി ഓന് കൊടുക്കുന്നതാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഒരു സർപ്രൈസാണ്. പറഞ്ഞുതരാം എന്തെന്നാണ്. ഒരു നാടൻ ഗിഫ്റ്റ് അല്ലേ. നമ്മൾ കടയിലെല്ലാം ചെന്ന് നോക്കി, കടയൊക്കെ പൂട്ടിക്കുന്നു. ഞായറാഴ്ചയാണല്ലോ, വിചാരിച്ച സാധനം കിട്ടിയില്ല. അപ്പം നമുക്കതങ്ങ് ഉണ്ടാക്കാം. നല്ല ഉണക്കൽ ഈർക്കിലിവിടെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു 3 ഫ്ലവർ വാങ്ങിയതാ. ബൊക്ക ഇല്ലാത്തതുകൊണ്ടേ ഇത് നമുക്ക് ഒരു ബൊക്ക ഉണ്ടാക്കാം. താലി കിട്ടിയിട്ടില്ല. ഇഞ്ചത്തെ മാല ഉണ്ടോ ഇന്നോ? എൻ്റെ കഴുത്തിലിട്ട് കൊടുക്കാൻ. ഇതെല്ലാം ഇങ്ങോട്ട് അധികം അമർത്താനൊന്നും ആകുകയല്ല. ഓക്കെ, വാ, ഒരു ഫ്ലവറായി. ഓക്കെ, അപ്പോൾ ഇതാ 3 ഫ്ലവർ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി ഒന്ന് ഒട്ടിക്കാം അല്ലേ. അപ്പോൾ എന്നിട്ട് എനിക്കൊരു ബൊക്ക പോലെ കൊടുക്കാം. എങ്ങനെയുണ്ട് സാധനം? സെറ്റായില്ലേ? അത് മാത്രമല്ല, പിന്നെ ചെറിയൊരു പ്രിങ്കിൾസും പിന്നെ ഒരു മഞ്ചും. ഇവനിക്ക് ഈ വേറൊന്നും ഇഷ്ടമില്ല. ഈ ചോക്ലേറ്റ് ആയാലും മഞ്ചൊക്കെ ഇഷ്ടമുള്ളൂ. പിന്നെ പ്രിങ്കിൾസ്, ഈ ലേസ് ഇഷ്ടമുള്ളതുകൊണ്ട് പ്രിങ്കിൾസും. ഞാൻ ഇതും അങ്ങ് കൊടുക്കുക. മോനെ വേറെ എന്തെന്നാ വാങ്ങുകയെന്ന് മൊത്തം കൺഫ്യൂഷൻ. 10ാം ക്ലാസ്സിലുള്ള അറിയാമല്ലേ. അപ്പോൾ വേറെ ചോക്ലേറ്റ് അല്ലേ, വേറെ ഒന്നും വാങ്ങുവാൻ കടയും തുറന്നില്ല. എന്നോട് ഒരു ഗിഫ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ കടയിലൊരാളേക്ക് നോവൽ വേണോ. കുട്ടികളൊക്കെ ഇപ്പോൾ നോവലാണ് വായിക്കൽ. ആർക്കറിയാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ആണ് നമ്മൾ റമീസിന് കൊടുക്കുന്ന ഫ്ലവർ കേട്ടോ. ഇങ്ങനെയുണ്ട് അല്ലേ? ഷാറായിക്കില്ലേ? സ്റ്റാൻഡേർഡ് ആയിക്കില്ല. ഇപ്പോൾ ഇതിങ്ങനെ അങ്ങ് കൊടുക്കുക. മോൻ വരുന്നവൻ കാത്ത് ഒരു പൂ കൊടുക്കുവാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് കിട്ടിയില്ലേ എനിക്ക്? ഓ, മോനെ പോയി ഫസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതെ. കാലിനിപ്പോൾ എങ്ങനെയുണ്ട്? കാല് സുഖമുണ്ട്, കുഴപ്പമില്ലല്ലേ? ഓ, അത്ര വ്യത്യാസമുണ്ട്. നീരൊക്കെ നല്ലോണം കുറഞ്ഞിക്ക്. ഇത് ഉണങ്ങിയില്ല ഒരു കാല്? അപ്പുറത്തെ കാലിൻ്റെ ഉണങ്ങി. മറ്റേ കാല് കുറച്ച് വേണ്ട. 1-ാം തീയതി പോകണം. പോയി ചെക്ക് ചെയ്തൊക്കെ ഇതാക്കിയാൽ. അതെ, വലത്തോനായിക്കോ. ഞായറാഴ്ച ആയിട്ട് പോയി, അതുകൊണ്ടൊന്നും കിട്ടിയില്ല. നമ്മൾ വാങ്ങി കൊടുക്കല്ലോ. അത് തന്നെ. എന്തായാലും പഞ്ചവസ്തിയിലും ഗ്രേസ് മാർക്കൊക്കെ കിട്ടുമല്ലോ അല്ലേ അവന്. പ്ലസ് 10ാം ക്ലാസ്സിൽ ഉപകാരമാണ്. അതുകൊണ്ടാണ് ഇതെന്ത് സ്റ്റേറ്റ് ലെവൽ അല്ലേ മത്സരമല്ലേ? നാഷണൽ അല്ലേ? പുറത്തുള്ള കുട്ടികളുണ്ടായിരുന്നു കേരളത്തിന് പുറത്തുള്ള. സ്റ്റേറ്റിൽ നിന്ന് അവന് ഫസ്റ്റ് കിട്ടിയതാ അല്ലേ? ഫസ്റ്റ് കിട്ടിയ എല്ലാ സ്റ്റേറ്റിലെ ജനം. ആ സ്റ്റേറ്റിൽ നിന്ന് ഇത് നാഷണലാ അല്ലേ? ശരി. മാഷാഅല്ലാ. ഓനും റാനിഷിനും അല്ലേ? ആവേ നീ തുള്ളിക്കാലത്ത് കാല് കഴിഞ്ഞാവേ കേട്ടോ. എൻ്റെ പൊട്ടിയില്ലാലോ. തുറക്കുമ്പോൾ തന്നെ ഇതങ്ങ് കൊടുത്താൽ മതി അല്ലേ? വാവേ സർപ്രൈസ് ആട്ടോ റമീസിലെ. ഇപ്പം തുറക്കും. കുരു ഇതെന്താ തുറക്ക? യെസ്, ആദ്യം റമീസ് ഉള്ളിലേക്ക് കയറും. മീസേ എന്താ
പൊരുതി ജയിച്ച എനിക്കുള്ള സമ്മാനം. മാല ഞായറാഴ്ച ആയി പോയില്ലേ, മാല കിട്ടിയില്ല. അങ്ങനെ നാഷണൽ അല്ലടാ. ഇപ്പൊ നാഷണൽ പഞ്ചഗുസ്തി മത്സരത്തിൽ ഫസ്റ്റ് നേടിയ റമീസ്. ഈ ജേഴ്സി ആടുന്നുള്ളതാ കേരള ടീമിന്റെ അല്ലേ. ഇപ്പൊ ഇനി കേരള ടീം അംഗമായില്ലേ. മാഷാഅല്ലാഹ് ഗ്രേസ് മാർക്കൊക്കെ ഇനി കിട്ടും. ഇതാ ഗോൾഡ് മെഡലൊക്കെ ഇട്ടിട്ട് ഇതാ മാഷാഅല്ലാഹ് അല്ലേ. കേരള ആം റെസ്ലിംഗ് അസോസിയേഷൻ. ഇപ്പോൾ സൂപ്പർ മാഷാഅല്ലാഹ്. സെക്കൻഡ് ആരാടാ? സെക്കൻഡ് വേറെ സ്റ്റേറ്റാ. ഏത് സ്റ്റേറ്റാ? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാ. കേരളത്തിന് അഭികരിച്ചിട്ട് ഫസ്റ്റ് ഇഞ്ഞില്ലേ. ഓരോ കാറ്റഗറി അനുസരിച്ച്. അതെ, അതായത് ഇത് പിന്നെ കാഴ്ച പരിമിതിയുടെ അങ്ങനെയാണോ? വെയിറ്റും പിന്നെ വിഷ്വൽ ഇമ്പാക്ട് കാഴ്ച കുറവുള്ളായിട്ട് വിഷ്വൽ ഇമ്പാക്ട് സെക്ഷനിൽ അല്ലേ. അതിലും വെയിറ്റ് ഉണ്ടാവും. അതില് മാത്രമുള്ള മത്സരല്ലേ ഇപ്പൊ നടന്ന്. അതെ, പിന്നെ സാധാ എല്ലാ കളിയും നടന്നിക്കുന്ന അതിലാണ് ഫസ്റ്റ്. മാഷാഅല്ലാഹ്. റമീസിന്റെ കൂടെ ഇനി അധികം കളിച്ചുകൂടെ കേട്ടോ. ഒന്ന് കിട്ടി അവിടെ കിടക്കണ്ടേ. ഇന്നോ ഇനി ശ്രദ്ധിച്ചോ. മാഷാഅല്ലാഹ്. ഇതൊരു ചില്ലറ കാര്യമല്ല. പത്രത്തിലെല്ലാം വരൂലേ. ഹൈ ലെവൽ പരിപാടി ഇത്. ഇങ്ങനെ നിക്കുന്നോ നോക്കണ്ട. കേരള ടീമിനെ പ്രതിനിധീകരിച്ചിട്ട് ഫസ്റ്റ് കിട്ടിയതാ. എല്ലാരും റമീസിനൊന്ന് വിഷ് ചെയ്യണം കേട്ടോ.